ജീവനോപാധിയായ കോഴികളെ അയൽവാസി വിഷം വെച്ച് കൊലപ്പെടുത്തിയതായി കർഷകയുടെ പരാതി. പുന്നപ്രയിലെ സുജയുടെ 40 കോഴികളെ അയൽവാസി വിഷം വെച്ച് കൊന്നുവെന്ന് പോലീസിൽ പരാതി നൽകിയെങ്കിലും പരിഹാരമായില്ല. കോഴിമുട്ട വിറ്റ് കിട്ടുന്ന കാശുകൊണ്ടാണ് കാഴ്ച പരിമിതിയുള്ള സുജ 3 മക്കളെയും പഠനവും കുടുംബത്തിന്റെ ചിലവും മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഭർത്താവ് ഉപേക്ഷിച്ച സുജ എന്ന സ്ത്രീയുടെ ആകെയുള്ള വരുമാനം കോഴിമുട്ട വിറ്റ് കിട്ടുന്നതാണ്. കണ്ണിനാണെങ്കിൽ കാഴ്ചശക്തിയുമില്ല. ഇവരുടെ അയൽവാസികൾ കോഴികളെ വിഷം വെച്ച് കൊല്ലാൻ തുടങ്ങിയതോടെ വരുമാനവും ഇപ്പോൾ നിലച്ചിരിക്കുകയാണ്. 40-ലധികം കോഴികളെ വിഷം വെച്ച് കൊന്നതായാണ് ഇവർ പറയുന്നത്. 22-ാം തീയതി വൈകുന്നേരം ഞങ്ങൾ ഇവിടെ വരുമ്പോഴത്തേക്കും എൻ്റെ മക്കൾ ഇവിടെ വേസ്റ്റ് ട്രേ മാറ്റിക്കൊണ്ടിരിക്കുകയായിരുന്നു. ആ നേരം കൊണ്ടാണ് ഇവരിവിടെ വന്നിട്ട് ഈ ഗേറ്റ് തുറന്നു വെച്ചിട്ടാണ് ഇവിടെ വന്നു വെച്ചിട്ട് ഈ പൊടി അങ്ങോട്ട് വാരി വെതറിയത്. ഇപ്പം DDT അങ്ങനെ എന്തോ സംഭവമാണ്. വാരി വെതറിയപ്പോഴത്തേക്കും കുഞ്ഞുങ്ങൾ പറഞ്ഞു, അമ്മ എന്തോ ഇട്ടമ്മ എന്ന് പറഞ്ഞു. ഞാൻ അവനെ കോഴീനെ ശ്രദ്ധിച്ചോണമെന്ന് പറഞ്ഞു. രാത്രി വെള്ളം കൊടുക്കാൻ ചെന്നപ്പോൾ കോഴികളെല്ലാം കിടന്ന് പിടയ്ക്കുവാണ്. കഴിഞ്ഞ ദിവസം അയൽവാസി വിഷം വയ്ക്കുന്നത് ഇവരുടെ കുട്ടികൾ നേരിട്ട് കണ്ടു. ഉടൻ തന്നെ പുന്നപ്ര പോലീസിൽ പരാതി നൽകിയെങ്കിലും തെളിവുകളില്ലാത്തതിൻ്റെ പേരിൽ പോലീസ് കേസെടുക്കാൻ തയ്യാറായില്ല. നിരവധി കോഴികളെ ഈ അയൽവാസി കൊലപ്പെടുത്തിയതായാണ് ഇവരുടെ പരാതി. ഇത്രയും ദുരിതം പിടിച്ച വീട്ടിൽ ഞങ്ങൾ വരണമെന്നുണ്ടെങ്കിൽ ഞങ്ങൾ എന്തുമാത്രം ഒന്നുമില്ലാത്തവരാണെന്ന് നിങ്ങൾക്ക് കണക്കൂട്ടിക്കൂടെ. ഭിന്നശേഷിക്കാര്യം കൂടെ എനിക്ക് നിങ്ങളുടെ മുഖം പോലും കാണാൻ പോയി. അത് പോരാഞ്ഞിട്ട് എൻ്റെ മകനെ പഠിത്തം നിർത്തിയിട്ട് ഞാൻ പറഞ്ഞു, മോനെ ഇതിനും കൂടെ അമ്മയ്ക്ക് ഒന്നിങ്ങോട്ടും പോകാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് മാത്രം എൻ്റെ മകന് അവൻ പറഞ്ഞു, എനിക്ക് ITക്ക് പോകണം അമ്മ എന്ന്. ചെങ്ങന്നൂരമ്മ ഫീസൊന്നും കൊടുക്കണ്ട അമ്മ എന്ന് പോകണമെന്ന്. മോൻ പഠിക്കുന്നത് പോകാൻ നിവൃത്തിയില്ലാത്തതുകൊണ്ട് മാത്രമാണ്. പരാതി നൽകിയിട്ടും പരിഹാരമാകാതായതോടെ ഏറെ വിഷമത്തിലാണ് ഭർത്താവ് ഉപേക്ഷിക്കപ്പെട്ട ഈ സ്ത്രീ. മൂത്ത മകൻ പഠനത്തിന് ശേഷം പെട്രോൾ പമ്പിൽ ജോലി ചെയ്താണ് ഇപ്പോഴീ കുടുംബം മുന്നോട്ട് പോകുന്നത്. ഇളയ 2 കുട്ടികൾ സ്കൂളിൽ പഠിക്കുകയാണ്. കോഴികൾ ചത്തതോടെ ജീവിക്കാൻ മറ്റു മാർഗമില്ലാതെ ഏറെ വിഷമത്തിലാണ് ഈ കുടുംബം. 2000 രൂപ വാടകയുള്ള ഒരു ചെറിയ വീട്ടിലാണ് ഇവർ കഴിയുന്നത്. ഷാജഹാൻ, കൈരളി ന്യൂസ്, ആലപ്പുഴ.